നമസ്കാരം. ട്രംപിന് സൗദിയുടെ ഷോക്ക്. പത്തി മടക്കി അമേരിക്ക. ഗൾഫിൽ ട്രംപിന് അടിതെറ്റി. ഇറാനെ ഭയന്ന് അമേരിക്ക. ട്രംപിന് സൗദിയുടെ ഷോക്ക് ഏൽക്കുന്നു. വ്യോമപാത തരില്ല എന്ന് സൗദിയുടെ പ്രഖ്യാപനം ഉണ്ടാകും. ഗൾഫ് രാജ്യത്ത് ട്രംപിന് അടിതെറ്റുന്ന തീരുമാനങ്ങളാകും. യുഎസിന്റെ പിന്മാറ്റം വലിയ പരാജയം തന്നെയാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോഴും ഭയം കൊണ്ടാണ് അമേരിക്ക പിന്മാറുന്നത് എന്ന് ഇറാൻ പരിഹസിക്കുന്നു. അറബ് രാജ്യങ്ങളെ പിണക്കി അമേരിക്കയുടെ കളി നടപ്പില്ലെന്ന് മനസ്സിലാക്കി പത്തി മടക്കി അമേരിക്ക പിന്മാറ്റം നടത്തുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി ഇറാനുമായി നിലനിൽക്കുന്ന തർക്കത്തിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. സൗദി അറേബ്യയുടെ ശക്തമായിട്ടുള്ള എതിർപ്പിനെ തുടർന്ന് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് സുരക്ഷ ഉറപ്പാക്കാനായിട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രോജക്ട് ഫ്രീഡം എന്ന സൈനിക പദ്ധതി യുഎസ് അപ്രതീക്ഷിതമായിട്ട് നിർത്തിവെക്കുന്നു. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളം ഉപയോഗിക്കുവാനോ സൗദി വ്യോമപാതയിലൂടെ പറക്കാനോ അനുമതി നൽകില്ലെന്ന് റിയാദ് വ്യക്തമാക്കുന്നു. ഇതോടുകൂടി ട്രംപ് പദ്ധതി ഉപേക്ഷിക്കുവാൻ നിർബന്ധിതനാകുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ട്രംപും തമ്മിൽ നടത്തിയ ചർച്ചകളിലും ഈ ഭിന്നത പരിഹരിക്കാനായില്ല എന്നുള്ളതാണ്. ഫെബ്രുവരി 28-ന് യുഎസും ഇസ്രായേലും ഇറാനെതിരെ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെയാണ് തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിൽ ഇറാൻ അടച്ചുപൂട്ടിയത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 20% തടസ്സപ്പെട്ടതോടെ ആഗോളതലത്തിൽ രൂക്ഷമായിട്ടുള്ള ഊർജ്ജ പ്രതിസന്ധിയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനെ മറികടക്കാനാണ് ട്രംപ് പ്രോജക്ട് ഫ്രീഡം കൊണ്ടുവന്നത് എങ്കിലും സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായാണ് നീങ്ങിയതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സൗദിയെ കൂടാതെ ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെയും കൃത്യമായി അറിയിക്കാതെയാണ് ട്രംപ് പദ്ധതി പ്രഖ്യാപിച്ചത് പോലും. പാകിസ്ഥാന്റെയും മറ്റു രാജ്യങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചും ഇറാനുമായുള്ള കരാറിൽ പുരോഗതി ഉള്ളതിനാലുമാണ് പദ്ധതി താൽക്കാലികമായിട്ട് നിർത്തുന്നത് എന്നാണ് ട്രംപിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. ഈ പദ്ധതിയിലൂടെ യുഎസ് പതാക ഘടിപ്പിച്ച 2 കപ്പലുകൾ ഈ പ്രോജക്ട് ഫ്രീഡം എന്ന് പറയപ്പെടുന്ന പദ്ധതിയിലുണ്ട്. അതായത് അലയൻസ് ഫെയർഫാക്സും CS സാന്തം എന്ന് പറയപ്പെടുന്നത് കടലിടുക്ക് കടന്നതായിട്ട് യുഎസ് അവകാശപ്പെടുമ്പോഴും ഇറാൻ ഇത് നിഷേധിക്കുകയായിരുന്നു. പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാൻ ആക്രമണം ശക്തമാക്കി. യുഎഇയിലെ ഫുജൈറ എണ്ണ തുറമുഖത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വലിയ തീപിടുത്തമുണ്ടായി. കൂടാതെ ഈ CGM കമ്പനിയുടെ കപ്പലിന് നേരെ അടക്കമെന്ന് ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. അതേസമയം ട്രംപിന്റെ പിന്മാറ്റത്തെ അമേരിക്കയുടെ വലിയ പരാജയമായിട്ടാണ് ഇറാൻ കാണുന്നത്. അമേരിക്കൻ നാവിക ശക്തി ഉപയോഗിച്ച് ജലപാത തുറക്കുവാനുള്ള ശ്രമങ്ങൾ ഫലിക്കില്ലെന്ന് വന്നതോടെ ട്രംപ് പിൻവാങ്ങുകയാണ് എന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളുടെ പരിഹസിക്കുകയാണ്. കാരണം ഇറാനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നും ഇറാനെ ഭയന്നാണ് അമേരിക്കയുടെ പിന്മാറ്റമെന്നുമാണ് ഇറാന്റെ പരിഹാസം എന്ന് പറയുന്നത്. ഇറാൻ ലക്ഷ്യങ്ങൾക്കെതിരായിട്ടുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വിജയിച്ചു എന്ന് യുഎസ് വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ അവകാശപ്പെടുമ്പോഴും വെടിനിർത്തൽ ലംഘിച്ച് 10-ലധികം തവണ ഇറാൻ സൈന്യം യുഎസ് സേനയെ ആക്രമിച്ചതായിട്ട് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. യുഎഇ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട 15 മിസൈലുകളും 4 ഡ്രോണുകളും തകർത്തതോടെ മേഖലയിൽ യുദ്ധം വീണ്ടും ആളിക്കത്തുകയാണ് എന്നുള്ള പ്രതീതിയും ഭീതിയും നിലനിൽക്കുകയാണ്. ഒമാൻ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെയും പദ്ധതി പ്രഖ്യാപിച്ച ശേഷമാണ് അമേരിക്ക വിവരമറിയിച്ചത്. ഇത് മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കിയിരുന്നു. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നും ഇനിയും പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇറാന്റെ നീക്കങ്ങൾ കടൽ കൊള്ളയാണ് എന്നാണ് മാർക്കോ റൂബിയോ വിശേഷിപ്പിച്ചത്. ഇറാന്റെ ഉന്നത നേതൃത്വത്തിന് ചിത്തഭ്രമമാണ് എന്നും അവരുടെ തുറമുഖങ്ങൾക്കെതിരായിട്ടുള്ള ഉപരോധം തുടരുമെന്നും അറിയിക്കുമ്പോഴും കടൽ മൈനുകളും ഡ്രോണുകളും ഉപയോഗിച്ച് കടലിടുക്ക് അടച്ചിടാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ വാണിജ്യ കപ്പലുകൾക്ക് സൈനിക അകമ്പടി നൽകി പ്രതിരോധിക്കുവാനാണ് അമേരിക്കയുടെ നീക്കം നടന്നത്. എന്നാൽ പ്രാദേശിക പങ്കാളിയായിട്ടുള്ള സൗദി അറേബ്യയുടെ സഹകരണമില്ലാതെ വ്യോമപാത ഉപയോഗിക്കാൻ കഴിയില്ല എന്നത് നിലവിൽ ട്രംപിനെ വലിയ പ്രതിസന്ധിയിലേക്ക് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന് ലഭിച്ചിരിക്കുന്നത് സൗദിയുടെ അക്ഷരാർത്ഥത്തിൽ ഷോക്കാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക പത്തി മടക്കി മടങ്ങുകയാണ്. ഗൾഫിൽ ട്രംപിന് അടിതെറ്റിയിരിക്കുന്നു. ഇറാനെ ഭയന്നുകൊണ്ട് അമേരിക്ക പിന്മാറ്റം നടത്തുന്നു എന്നുള്ള പരിഹാസമടക്കം പുറത്തുവരുന്നു.